ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. രാമകഥ രസവാഹിനി അധ്യായ സംഗ്രഹം പാർട്ട് 27. അധ്യായം 27. പാതാളം. വിഭീഷണൻ, ഹനുമാൻ, അംഗദൻ, നളൻ, നീലൻ തുടങ്ങി എല്ലാവരെയും ശ്രീരാമൻ ആലിംഗനം ചെയ്ത് തൻ്റെ കരസ്പർശത്താൽ അനുഗ്രഹീതരാക്കുന്നു. മേഘനാഥൻ്റെ പത്നിയായ സുലോചനയ്ക്ക് രാക്ഷസന്മാരുടെ വീര്യത്തിലുള്ള വിശ്വാസം നഷ്ടമായി. 2 നാഴികയ്ക്കുള്ളിൽ താൻ പ്രതികാരം ചെയ്യുമെന്ന് വീമ്പിളക്കുന്ന രാവണനോട് അയാളുടെ ക്രോധവും വ്യാമോഹവുമാണ് രാക്ഷസ വംശത്തെ നശിപ്പിക്കുന്നതെന്നും അയാൾ യുദ്ധത്തിൽ ജയിക്കുകയില്ലെന്നും അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. മണ്ഡോദരിയും സുലോചനയും രാവണന്റെ ദുർവൃത്തിയുടെയും ദുരാഗ്രഹത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വരുന്നതിൽ പരിതപിക്കുകയും സീതാരാമന്മാരുടെ ശ്രേഷ്ഠ ഗുണങ്ങളെ പുകഴ്ത്തുകയും ശ്രീരാമന്റെ ദർശനത്തിന് കൊതിക്കുകയും ചെയ്യുന്നു. മകന്റെ മരണവും പുത്രഭാര്യയുടെ ഭർസനവും രാവണനെ ദുഃഖിതനാക്കി. അയാൾ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് യാതനകളെപ്പറ്റി പറയുന്നു. മന്ത്രിമാർ വന്ന് രാവണനെ ആശ്വസിപ്പിക്കുന്നു. ബന്ധങ്ങളെല്ലാം കാർമേഘത്തിൻ്റെ മിന്നൽ പിണരുകൾ പോലെ ക്ഷണികമാണ്. ഇത് മനസ്സിലാക്കിയാൽ അജ്ഞാനത്തിൽ ആണ്ടുകിണക്കുന്നത് ശരിയല്ല. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് ശത്രുക്കളെ തുരത്തുക എന്ന കർത്തവ്യത്തിൽ ഏർപ്പെടണം. ഈ സമയത്ത് പാതാളവാസിയായ അഹിരാവണൻ ഭൂമിയിൽ രാവണൻ അനുഭവിക്കുന്ന പരാജയവും ദുഃഖവും അറിഞ്ഞു. തൻ്റെ ഇഷ്ടദേവതയായ കാമദാദേവിയെ ധ്യാനിച്ച് രാവണപുത്രനായ അഹിരാവണൻ പിതാവിൻ്റെ മുന്നിലെത്തുന്നു. രാവണൻ ഇതുവരെ സംഭവിച്ചതെല്ലാം മകനോട് പറയുന്നു. രാമലക്ഷ്മണന്മാരെ പിടിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി കാമദാദേവിക്ക് ബലി അർപ്പിക്കാമെന്ന് അഹിരാവണൻ പറയുന്നു. അയാൾ രാമൻ്റെ താവളത്തിനടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഹനുമാൻ തൻ്റെ വാലിൻ്റെ നീളം കൂട്ടി അതുകൊണ്ടൊരു മതിൽക്കെട്ട് പോലെ ഉണ്ടാക്കി ആർക്കും ഹനുമാൻ അറിയാതെ അകത്ത് പ്രവേശിക്കാൻ വയ്യാത്ത രീതിയിൽ അവിടെ കാവൽ നിൽക്കുകയായിരുന്നു. അഹിരാവണൻ തൻ്റെ മായാശക്തി കൊണ്ട് കൂരിരുട്ട് സൃഷ്ടിച്ചു. അവൻ വിഭീഷണന്റെ രൂപം ധരിച്ചു. എന്നിട്ട് ഹനുമാനോട് അകത്തേക്ക് പോവാൻ അനുവാദം ചോദിച്ചു. ഹനുമാൻ ഒരു സംശയവുമില്ലാതെ വിഭീഷണനാണെന്ന് കരുതി അയാളെ കടത്തിവിട്ടു. താവളത്തിൽ ലക്ഷ്മണന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് രാമൻ ഉൾപ്പെടെ എല്ലാവരും ഗാഠനിദ്രയിലായിരുന്നു. തന്നെ സമീപിക്കുന്ന കള്ളവിഭീഷണനെ രാമൻ അറിഞ്ഞുവെങ്കിലും പാതാളത്തിലെ രാക്ഷസന്മാരെ കൂടി ഉന്മൂലനം ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അറിയാത്ത ഭാവത്തിൽ കിടന്നു. അഹിരാവണൻ മോഹനമന്ത്രം ഉപയോഗിച്ച് എല്ലാവരെയും അബോധാവസ്ഥയിലാക്കിയിട്ട് രാമലക്ഷ്മണന്മാരെ ബന്ധിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി. സംഭവിക്കുന്നതെല്ലാം അവതാരപുരുഷനായ ശ്രീരാമൻ്റെ പദ്ധതിയാണെന്നും അദ്ദേഹത്തിൻ്റെ ഇച്ഛയില്ലാതെ ഒന്നും നടക്കുകയില്ലെന്നും ഈ സംഭവങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഉണർന്നപ്പോൾ രാമലക്ഷ്മണന്മാരെ കാണാതെ അവർ കിടന്നിരുന്ന സ്ഥലത്ത് ഒരു വലിയ കുഴി രൂപം കൊണ്ടതായി കണ്ടു. രാവണവധത്തോടെ യുദ്ധം പരിസമാപ്തിയിലെത്താറായ സമയത്ത് ഈ ദുരനുഭവം എല്ലാവരെയും അസ്തപ്രജ്ഞരാക്കി. അവർ എല്ലായിടത്തും പരക്കം പാഞ്ഞ് അന്വേഷിച്ചുവെങ്കിലും ശ്രീരാമനെയോ ലക്ഷ്മണനെയോ കണ്ടെത്തുവാനായില്ല. സമുദ്ര സ്നാനം ചെയ്തു വരുന്ന വിഭീഷണനോട് അവർ വിവരം പറയുന്നു. പ്രവേശന കവാടത്തിലെത്തിയ വിഭീഷണനെ കണ്ട് ഹനുമാൻ ആശ്ചര്യപ്പെടുന്നു. തൻ്റെ രൂപം മറ്റാർക്കും സ്വീകരിക്കാൻ സാധിക്കാത്തതായതിനാൽ ഇത് അഹിരാവണൻ്റെ പ്രവൃത്തിയാണെന്നും അവൻ രാമലക്ഷ്മണന്മാരെ പാതാളത്തിലേക്ക് കൊണ്ടുപോയി എന്നും അതിശക്തനായ ഒരാൾ അവിടേക്ക് പോകണമെന്നും വിഭീഷണൻ അഭിപ്രായപ്പെട്ടു. അഹിരാവണൻ്റെ താമസ സ്ഥലത്തേക്കുള്ള മാർഗം മനസ്സിലാക്കി ഹനുമാൻ പാതാളത്തിലെത്തി ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുന്നു. രാമലക്ഷ്മണന്മാരെ അന്ന് തന്നെ കാമദാദേവിക്ക് ബലി കൊടുക്കുമെന്നും ആ പുണ്യശരീരങ്ങൾ വലിച്ചെറിയുമ്പോൾ നമുക്ക് ഭക്ഷണമാക്കാമെന്നും പക്ഷികൾ സംസാരിക്കുന്നത് ഹനുമാൻ കേട്ടു. പക്ഷികളുടെ സംഭാഷണം മനസ്സിലാക്കിയ ഹനുമാൻ അഹിരാവണൻ്റെ കാവൽക്കാരൻ മകരധ്വജൻ വാനരരൂപത്തിലുള്ള ഒരുവൻ തൻ്റെ അവിടെ നിൽക്കുന്നത് കണ്ടു. മകരധ്വജനെ ഹനുമാൻ തോൽപ്പിച്ചു.
എങ്കിലും എത്ര കഷ്ടപ്പാടുണ്ടായാലും താൻ ഹനുമാനെ അകത്തേക്ക് വിടുകയില്ലെന്ന് അയാൾ തീർച്ച പറഞ്ഞു. അവൻ്റെ യജമാന ഭക്തിയും ധർമ്മനിഷ്ഠയും കണ്ട് ഹനുമാൻ സന്തോഷിച്ചു. തന്നെ ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടു. സമയം വൈകുന്നത് കണ്ട് തൻ്റെ വാൾ കൊണ്ട് മകരധ്വജനെ ചുറ്റി ദൂരത്തേക്ക് എറിഞ്ഞു. നഗരത്തിൽ പ്രവേശിച്ച ഹനുമാൻ വലിയ ഒരു പുഷ്പഹാരവുമായി ഒരു പൂക്കാരൻ പോകുന്നത് കണ്ടു. ഹനുമാൻ കാമദാദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തുവാനായി കൊണ്ടുപോകുന്ന ആ മാലയ്ക്കുള്ളിൽ അതിസൂക്ഷ്മ രൂപത്തിൽ കടന്നുകൂടി അവിടെ ഇരിപ്പുറപ്പിച്ചു. കാമദാദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തപ്പെട്ട ആ മാലയിൽ അങ്ങനെ തന്നെ ഇരിപ്പുറപ്പിച്ചു. രാമലക്ഷ്മണന്മാരെ യാഗവേദിയുടെ സമീപത്ത് നിർത്തിയിരിക്കുന്നതും മൂർച്ചയേറിയ വാളുകളുമായി 2 ആരാചാരന്മാർ നിൽക്കുന്നതും ഹനുമാൻ കണ്ടു. ഹനുമാൻ ശ്രീരാമനെ വണങ്ങി. ഹനുമാന്റെ സാന്നിധ്യം അറിഞ്ഞ രാമലക്ഷ്മണന്മാർ ഭയലേശമെന്നേ വരാനിരിക്കുന്ന സംഭവങ്ങൾ ഓർത്ത് ഊറിച്ചിരിച്ചു. അത് കണ്ട അഹിരാവണൻ കോപാകുലനായി. ഇതേ സമയത്ത് മരണത്തിന് മുമ്പ് തങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുവാൻ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നവരെ അനുവദിക്കണമെന്ന ശാസ്ത്ര നിയമം പുരോഹിതൻ അഹിരാവണനെ അറിയിക്കുന്നു. തൽക്ഷണം ദേവിയുടെ കയ്യിലെ വാളെടുത്ത് ഭീമാകാരനായ ഹനുമാൻ പ്രത്യക്ഷപ്പെട്ട് അഹിരാവണനെ തുണ്ടം തുണ്ടമായി മുറിച്ചു. പക്ഷെ അയാൾക്ക് ലഭിച്ചിരുന്ന ഒരു വരത്തിൻ്റെ ശക്തിയാൽ അയാളുടെ ശരീരഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്നു. ഉടൻ തന്നെ ഹനുമാൻ അയാളുടെ ശരീരഭാഗങ്ങൾ ജയ ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ട് കഴുത്ത് വെട്ടി ശരീരവുമായി യോജിക്കുന്നതിന് മുമ്പ് തന്നെ യാഗാഗ്നിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ അവിടെ എത്തിയ മകരധ്വജൻ്റെ ശിരസിൽ അഹിരാവണൻ്റെ കിരീടം വെച്ച് പാതാളത്തിലെ രാജാവായി വാഴിച്ചു. രാമലക്ഷ്മണന്മാരെ 2 ചുമലിലും വഹിച്ച് ഒറ്റ ചാട്ടത്തിന് ഹനുമാൻ വാനരസേനയുടെ മുമ്പിലെത്തി. ഇതെല്ലാം തൻ്റെ അവതാര ഉദ്ദേശമായ രാക്ഷസ വംശനാശത്തിനു വേണ്ടി ശ്രീരാമൻ അരങ്ങേറിയ ലീലാ നാടകമാണെന്ന് പറഞ്ഞ് വിഭീഷണൻ രാമലക്ഷ്മണന്മാരെ നമസ്കരിക്കുന്നു. അഹിരാവണനെ വധിച്ച് രാമലക്ഷ്മണന്മാരെ ഹനുമാൻ തിരികെ എത്തിച്ച വിവരം രാവണൻ അറിഞ്ഞപ്പോൾ അയാൾ ദുഃഖാക്രാന്തനായി. മണ്ഡോദരിയുടെ സൗമ്യമായ ഉപദേശങ്ങൾ ദുഷ്ടനായ അയാളെ ക്രോധാകുലനാക്കി. വൃദ്ധനും സമാദരണീയനും വിഭീഷണന്റെ സുഹൃത്തും ജ്ഞാനിയുമായ സിന്ദൂരനാഥൻ എന്ന വൃദ്ധനായ മന്ത്രി പറഞ്ഞ വാക്കുകളൊന്നും രാവണൻ കേട്ടതായി പോലും ഭാവിച്ചില്ല. അദ്ദേഹം രാവണന്റെ പ്രബലനായ പുത്രൻ നരാന്തകനെക്കുറിച്ച് രാവണനെ ഓർമ്മിപ്പിക്കുന്നു. ധൂമകേതു എന്ന ദൂതനെ അയച്ച് നരാന്തകനെ വലിയ സൈന്യ സന്നാഹങ്ങളോടുകൂടി രാവണൻ വരുത്തുന്നു. പക്ഷേ ഹനുമാൻ അയാളെ വധിച്ച് ഭൂമിക്ക് താഴെ രസാതലത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അസുരന്മാരെ എല്ലാവരെയും കടലിലേക്കും വലിച്ചെറിഞ്ഞു. ഈശ്വരൻ്റെ സങ്കല്പത്തെ പ്രതിരോധിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന സന്ദേശം ഈ അധ്യായത്തിലെ ഓരോ സന്ദർഭവും നമുക്ക് നൽകുന്നു. എത്ര ബലവാനും സമർത്ഥനുമാണെങ്കിലും അഹന്തയും അധർമ്മവും എന്ന ആസുര സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അയാൾ ആരുടെ സതുപദേശങ്ങളും സ്വീകരിക്കില്ല. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതേണ്ട എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നത് ഇവിടെയാണ്. മരണം വിധിക്കപ്പെട്ട ഒരുവനെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. രാവണന്റെ മരണം സുനിശ്ചിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആര് പറയുന്നതും എന്തു ചെയ്യുന്നതും രാവണൻ കൂട്ടാക്കുകയോ അനുസരിക്കുകയോ ചെയ്യുകയില്ല എന്ന ഒരു പാഠമാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ജയ് സായിരാം.